മോളെ, അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചോളൂ. ഞാൻ കുറെ ആലോചിച്ചു. താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണം. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കിയേക്കാം. ആ പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട. ശരി. അമ്മച്ചി ഈ മഴ കുറേ ലക്ഷമില്ല കേട്ടോ. ധ്യാനത്തിന്റെ ആശ്വാസമല്ലേ, ഞാൻ കൊണ്ടുവിടാം. മോളെ ഒരുങ്ങ്, അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇന്ന് പര്യവസാനിക്കുക. ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ചേർന്നെന്ന് പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട്. നമ്മുടെ പ്രിയ ശ്രീവാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീവാച്ച ഒന്ന് എണീറ്റ് നിന്നേ. ശ്രീവാച്ചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാച്ചനെ നാം കാണുന്നുണ്ട്. അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി. അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാച്ചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരഘോഷങ്ങളോടുകൂടി പ്രിയ ശ്രീവാച്ചന് അനുമോദനങ്ങൾ അർപ്പിക്കും. ഞാനേ ആ നേരത്തെ കഴിഞ്ഞ പരിപാടി നോക്കട്ടെ. അമ്മച്ചിയൊക്കെ വിളിച്ചോ, ഞാൻ അവിടെ ഉണ്ടോ? മോള് നാളെ പോവല്ലേ? കുട്ടായി എന്നോട് പറഞ്ഞു. അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അമ്മച്ചി, ഓ ഇച്ചാൻ എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നു? എൻ്റെ പൊന്നു മോളെ, അവന് കല്യാണപ്രായം ആയപ്പോൾ തൊട്ട് പെണ്ണാലോചിക്കുന്നതാ. ഒരുപാട് ആലോചനകളും വന്നു. ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല. അവന് പെണ്ണെന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി. ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് മോളെ. പോയി കിടക്ക്. ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മുടെ കേരളത്തിൽ
ഇന്ന് കുറവുള്ള 7 ലക്ഷം ടൺ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നിർബന്ധമായിട്ടും ഉണ്ടായാലേ സാധിക്കൂ. അതിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ ജീവിതം ഒന്നേ ഉള്ളൂ മോള്. നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത്. തെറ്റുകുറ്റമില്ലാത്ത ആരാ ഉള്ളേ? മോളെടുത്തുകാട് തീരുമാനം ഒന്നും എടുക്കരുത്. പോയി വിളിച്ചടാ, ആ ഫുട്ബോളിങ് എടുത്തു. ഞാൻ വന്നൊരു കോതോങ്കലത്ത് കാണിച്ചാൽ കിട്ടുമെന്ന് നോക്കാം. ഓ, രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് വരണം. തൊഴുത്തിലൊരു കണ്ണോണേ. അമ്മച്ചി പ്രാർത്ഥിക്കാം. ശരി അമ്മച്ചി. അനിച്ച് പോലെ അമ്മച്ചി ഒറ്റയ്ക്കാക്കരുത്. അപ്പൊ ശരി, പോയിട്ട് വരാം. പ്രിൻസ് എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇച്ചിരി ടെൻഷനുള്ള വിഷയമാണ്. എന്താ? ഞാനിപ്പോൾ പ്രിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ. അപ്പം എന്നായാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു മര്യാദ. പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടാവെന്ന് പറയുമ്പോൾ മനസ്സിനാണൊരു ബുദ്ധിമുട്ട്. താനപ്പോൾ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി. എന്ത്? ഞാൻ ഒരു തരികട പാർട്ടിയാ, എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞു. എന്നെ മോശമാക്കി സംസാരിച്ചു മതി. ഇതിപ്പോൾ ഞാൻ പറയാൻ നിന്നാ നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യവും പറച്ചിലാവും. ഓ, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ? യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ബ്ലോക്കായിരുന്നേ. വണ്ടിക്കകത്തിരുന്ന് പഴുത്തുപോയി. അത് ഈ പെരുന്നാളിൻ്റെ തിക്കും തിരക്കും. ബാ, എന്തൊക്കെയുണ്ട് റിൻസി? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഉവ്വ. അമ്മച്ചിയെ കാണുന്നില്ലേ? ആ പിന്നെ അമ്മച്ചെ കാണാം. ദേ, എനിക്കധികം പോസ്റ്റ് തരില്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോൾ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുമായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാഞ്ഞിട്ടാ അമ്മച്ചി. എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം. എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോകണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ് ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോകാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു? പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക റിൻസാൻറ്റിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. അച്ഛൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖാൻറ്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ. പിന്നെ അന്നീച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോനാ. സ്ലീവാച്ചിൻ്റെ ബ്രാൻഡ് ഏതാ? ഓ, അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കാണ്.
പക്ഷെ ഇപ്പം എനിക്ക് ഒഴിക്കണ്ടോ, ഞാൻ ചവിടിയേക്ക് പോവാം. പെരുന്നാളായിട്ട് ശ്രീവാച്ചൻ്റെ കൂടെ അടിക്കാൻ വെച്ച് വന്നായിരുന്നു, അപ്പം അത് പോയി. അത് ശരി. അപ്പൊ അടുങ്ങത്തിട്ട് എത്ര ആളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങ് നിർത്തി. ആഹാ. റിൻസി, നീ അവിടെ ചെന്ന് ശ്രീവാച്ചനാകെ അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കയും പോർക്കും ഇത് റിൻസിമോടെ സ്പെഷ്യലാ. ഡേ, നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ ഡേ? ആ അതെന്നാന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയെങ്കിലും പരീക്ഷിക്കാലോ. കഴിക്കാം. ആ അമ്മച്ചി, ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി.